ഷഹാബ് മുതൽ ഇമാദ് വരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യമാണ് ഇറാൻ. ഏകദേശം 1000 മുതൽ 1800 കിലോമീറ്റർ ദൂരത്തിൽ വരെ ഇറാന് മിസൈലുകൾ പയക്കാനുള്ള ശേഷിയുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം ഇറാനുണ്ട് എന്നുള്ളതാണ്. സാങ്കേതികമായി ഇസ്രായേലുമായി തട്ടിച്ചു നോക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇറാന്റെ വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഇറാന്റെ നാച്ചുറൽ ഗ്യാസ് ഫീൽഡുകളാണ്. ഇസ്രായേലിനെ അപേക്ഷിച്ച് 10 മടങ്ങ് കരഭൂമിയുള്ള, അവിടെ കൂടുതൽ സംവിധാനങ്ങളുള്ള, പ്രത്യേകിച്ച് നാച്ചുറൽ ഗ്യാസ് അടക്കമുള്ള പ്രകൃതി വാതകങ്ങളുടെയും പ്രകൃതി ഖനികളുടെയും ഒക്കെ വലിയ രീതിയിൽ ഉള്ള ധാതുക്കളുടെയും ഒക്കെ സംഭരണ ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെക്കൻ ഇസ്രായേലിൽ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു, അപായ സൈറൺ മുഴങ്ങി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി പോകണം. ഇനി നമുക്കൊപ്പം തുടരും. ഇപ്പോൾ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം, അതേസമയം ഇസ്രായേലിന്റെ നാച്ചുറൽ ഗ്യാസ് ഫീൽഡിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം, ഇതെല്ലാം ഈ മേഖലയിലൊക്കെ വലിയ രീതിയിൽ എണ്ണവില ഉയരാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് അറിയുന്നത്. ഇന്നലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നു തുടങ്ങിയിരുന്നു. ഇത് ആശങ്കയായിട്ട് മാറുന്നുണ്ടോ? പിയ സുനിൽ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇത് വലിയ ആശങ്ക തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച്, ഇറാന്റെ പ്രകൃതി വിഭവങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത് പശ്ചിമേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നത് ഇന്ത്യയൊക്കെ തന്നെ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഏതായാലും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണം, സംഘർഷത്തിലൂടെയല്ല നയതന്ത്ര നീക്കത്തിലൂടെയാണ് ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഏതായാലും ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും അന്താരാഷ്ട്ര സമൂഹം ഈ ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ സംഘർഷം എത്രയും വേഗം അവസാനിക്കണം, ഇസ്രായേലും ആ ഒരു നീക്കത്തിലേക്ക് വരണം എന്നുകൂടി ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. ആ സംഭാഷണത്തിലും ഇന്ത്യയുടെ ആശങ്ക ഇന്ത്യ വളരെ ഗൗരവമായി തന്നെ ഇസ്രായേലിനെയും അറിയിച്ചിട്ടുണ്ട്. അതായാലും ഈ മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, പശ്ചിമേഷ്യയിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യയെ ഒക്കെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായാലും ഇപ്പോൾ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എണ്ണ വിതരണത്തെയും എണ്ണ ഇറക്കുമതിയെയും ഒക്കെ തന്നെ ഇത് വളരെ കാര്യമായി തന്നെ ബാധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരും. ഈ ഒരു ട്രാൻസ്പോർട്ടേഷനെ അത് ഗൗരവമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ തന്നെ എണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ സാധാരണ ജീവിതത്തെയൊക്കെ തന്നെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദേശ പര്യടനത്തിനായി പോവുകയാണ്. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. സൈപ്രസിൽ സന്ദർശനം നടത്തിയ ശേഷമായിരിക്കും മോദി കാനഡയിലെത്തി ഈ G7-ൽ പങ്കെടുക്കുക. ഏതായാലും ആ ഒരു G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ അമേരിക്ക, അതുപോലെ തന്നെ UK ഉൾപ്പെടെയുള്ള, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ G7-ലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ ഒരു പിന്തുണ, ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ വേണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതായാലും ലോകരാഷ്ട്രങ്ങളുമായി ഒക്കെ തന്നെ ഒരു ആശയവിനിമയം നടത്തി ഈ സംഘർഷം എത്രയും വേഗം തീർക്കാനുള്ള ഇടപെടൽ വളരെ ശക്തമായി തന്നെ ഇന്ത്യ നടത്തുന്നു. ഏതായാലും ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടായിരുന്നു ആ പ്രസ്താവന. ഏതായാലും അതിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യ വിട്ടുനിൽക്കുകയാണ്. രണ്ട് രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ